ജിഷ ടൂറിന് വരുന്നില്ലെന്ന് ഒത്തിരി പറഞ്ഞതാണ്. പക്ഷേ അമ്മായിച്ച് നിർബന്ധിച്ചു. മോളെ നീയും കൂടെ വന്നാലേ ഒരു ഉഷാറുള്ളൂ. പക്ഷേ ടൂറിന് പോയപ്പോൾ അപ്രതീക്ഷിതമായ പല കാര്യങ്ങളും സംഭവിച്ചു. അതും ഉഷാറങ്ങ് കൂടിയോ. എന്തായാലും നമുക്ക് ജിഷയുടെ മേലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് ജിഷ. യഥാർത്ഥ പേരല്ല. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായി. എൻ്റെ ഹസ്ബൻഡ് മംഗലാപുരത്താണ് ജോലി ചെയ്യുന്നത്. മാസാവസാനം ഓഫും ലീവും എല്ലാം കൂടി ഒന്നിച്ചെടുത്ത് ഏകദേശം 4-5 ദിവസം ഇവിടെ വന്ന് നിൽക്കും. അതാണ് പണ്ട് കാലം മുതലേ പുള്ളിയുടെ ഒരു രീതി. എനിക്ക് 8 വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ അമ്മയുമായി കലഹിച്ച് വേറെ സ്ത്രീക്കൊപ്പം ബാംഗ്ലൂരിലോ മറ്റോ പോകുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഞാനും അമ്മയും തനിച്ചാണ് ആ വീട്ടിൽ താമസിച്ചു വന്നത്. സ്വന്തമായ വീടായതുകൊണ്ട് അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അമ്മ ജോലിക്ക് പോകാൻ തുടങ്ങി. പല സ്വകാര്യ സ്ഥാപനങ്ങളിലും മാറി മാറി ജോലി ചെയ്താണ് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചത്. സുന്ദരിയായിരുന്ന എൻ്റെ അമ്മയെ ഉപേക്ഷിച്ച് എന്തുകൊണ്ടാണ് അച്ഛൻ പോയതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അമ്മ പിന്നീട് ഒരാണുങ്ങളോടും അടുപ്പം കാണിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒന്നും ശ്രദ്ധിക്കാതെ എന്നെ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു ജീവിതമായിരുന്നു അമ്മയുടേത്. എന്നോട് എപ്പോഴും പറയും, നല്ലൊരു വിവാഹം നിനക്ക് വേണം, നല്ലൊരു ഭർത്താവ് ഉണ്ടെങ്കിൽ നീ രക്ഷപ്പെടും, അല്ലാതെ നിൻ്റെ അച്ഛനെ പോലെ ഒരു ഭർത്താവാണെങ്കിൽ നിൻ്റെ ജീവിതം കുളമാകും മോളെ എന്ന് പറഞ്ഞ് നല്ലൊരു ഭർത്താവിനെ കിട്ടാൻ വേണ്ടി എന്നെക്കൊണ്ട് ചെറുപ്രായത്തിലെ അമ്മ നോയമ്പ് പോലെ എടുപ്പിച്ചിരുന്നു. അമ്മയുടെ സ്വഭാവം അപ്പോൾ ഊഹിക്കാമല്ലോ, ഫാമിലിക്ക് എത്ര അധികം പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത്. പക്ഷേ എനിക്കങ്ങനെയല്ലായിരുന്നു. മനസ്സിൽ എനിക്ക് ആണുങ്ങളോട് അങ്ങനെ കല്യാണം കഴിച്ച് താമസിക്കാൻ മാത്രം ഇഷ്ടമൊന്നുമില്ല. നല്ല സൗന്ദര്യമുള്ള ആണുങ്ങളെ കാണുമ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എന്നോട് ആരെങ്കിലും വാത്സല്യം കാണിച്ചു കഴിഞ്ഞാൽ ഞാനും തിരിച്ച് നല്ല സ്നേഹം പ്രകടിപ്പിക്കും. പണ്ട് തൊട്ടേ ആണുങ്ങളുടെ വാത്സല്യം എനിക്കിഷ്ടമാണ്. പക്ഷേ കല്യാണം കഴിക്കാനും അവർക്ക് എന്തെങ്കിലുമൊക്കെ വെച്ച് വിളമ്പി കൊടുക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. അതേപോലെ കുട്ടികളുടെ അമ്മയായിട്ടൊക്കെ നടക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോഴേക്കും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. ഒരു പ്രത്യേകതരം മൈൻഡായിരുന്നു എൻ്റേത്. എനിക്ക് അടിച്ചു പൊളിച്ച് നടക്കണം. അതിനിടയ്ക്ക് ഭർത്താവ്, ചുമ്മാ ഇതേപോലെയുള്ള ഓരോരോ ട്രാജഡികൾ, ഇതൊന്നും എനിക്ക് വയ്യ. സാമ്പത്തികമായി നല്ല ഞെരുക്കത്തിൽ കൂടിയാണ് അന്ന് കടന്നു പോയിക്കൊണ്ടിരുന്നത്. കോളേജിലൊക്കെ പഠിക്കുമ്പോഴേക്കും എനിക്ക് എന്നെ തന്നെ അത്ര ഇഷ്ടമല്ലായിരുന്നു. കാര്യം നല്ല ഹൈഫൈ ആയിട്ട് കുട്ടികൾ വരുന്ന സമയത്ത് ഞാൻ മാത്രമാണ് ഇത്തിരി പിന്നോട്ട്. എനിക്കത് ഒട്ടും സഹിക്കാൻ പറ്റില്ല. കാര്യം എല്ലാവരും സുന്ദരി എന്ന് വിളിക്കുമ്പോഴും മറ്റുള്ളവർ ചില സമയത്ത് എന്നെ കുത്തി നോവിക്കാറുണ്ട്. കാരണം എനിക്ക് കൂടി വന്നാൽ 10 ഡ്രസ്സ് കാണും, അതിൽ കൂടുതലില്ല. ഓരോ ദിവസവും ഓരോന്നിട്ടുകൊണ്ട് വരുന്ന ആൾക്കാരുടെ മുന്നിൽ പലപ്പോഴും അവനെന്നെ പല സമയത്തും ചെരുപ്പ് നിനക്കിതേ ഉള്ളോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും എനിക്ക് വല്ലാത്ത വിഷമം തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഡിഗ്രി സെക്കൻഡറി പഠിക്കുമ്പോൾ എനിക്ക് ഒരാളെ പരിചയപ്പെടാൻ ഇട വന്നു. ഒരു സന്നദ്ധ സേവന സംഘടനയുടെ ഭാഗമായി വന്ന ആളാണ്. സാമൂഹ്യ പ്രവർത്തകനാണ്. കണ്ടു കഴിഞ്ഞാൽ അതീവ സുന്ദരൻ, ഒരു ഫാദർ ഫിഗറാണ്. എന്ന് വെച്ചാൽ നല്ല പ്രായമൊക്കെ ഉണ്ട്. പക്ഷേ വെളുത്ത് തുടുത്ത് ചുവന്ന് ആർക്കും കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടം തോന്നുന്ന ഒരു അങ്കിൾ ടൈപ്പ്, അല്ലെങ്കിൽ നമ്മൾ മോഹിക്കുന്ന ഒരു അച്ഛൻ്റെ ടൈപ്പ്. എനിക്കാണെങ്കിൽ പുള്ളിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വല്ലാത്ത ആരാധനയായി. ഞാൻ നോക്കുന്ന കണ്ടുകൊണ്ട് എന്നോട് വന്ന് പേഴ്സണലി കുറേ നേരം സംസാരിച്ചു. എന്തോ അദ്ദേഹത്തോട് എൻ്റെ കാര്യങ്ങളൊക്കെ തുറന്ന് പറയാൻ എനിക്ക് തോന്നി. അപ്പോൾ പുള്ളിക്കാരനോട് പറഞ്ഞു, സാരമില്ല മോളെ, എല്ലാം ശരിയാകും. എന്തെങ്കിലുമൊക്കെ സാമ്പത്തികമായി മോൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, നമ്മൾ സഹായിക്കാം. പാവപ്പെട്ടവരെ സഹായിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു ജീവിത ലക്ഷ്യമാണെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കും സന്തോഷമായി. അന്ന് പക്ഷേ എൻ്റെ കയ്യിൽ സ്വന്തമായി ഫോണില്ല. അയാൾ എനിക്ക് ഫോൺ നമ്പർ തന്നു. എനിക്ക് സ്വന്തമായി ഫോണില്ല. അമ്മയുടെ മൊബൈലിൽ നിന്ന് ഞാൻ സാറിനെ അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു എന്താവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതിയെന്ന്. ഞാൻ വീട്ടിൽ പോയി പറഞ്ഞു, എൻ്റെ ഒരു അധ്യാപകനാണ്, അധ്യാപകൻ നമ്പരാണ്, അദ്ദേഹത്തെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്പർ തന്നാണെന്ന് പറഞ്ഞ് സേവ് ചെയ്തു. അമ്മയാണെങ്കിൽ അത് ഓക്കെ എന്നുള്ള മട്ടിൽ അങ്ങ് തള്ളിവിട്ടു, അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കും. ആ ഇടയ്ക്ക് അമ്മ കുറേ നാൾ ഹോസ്പിറ്റലിലായിരുന്നു. അതുകൊണ്ട് കുറേ കടങ്ങളൊക്കെ വന്നു. ഒരു പാർട്ട് ടൈം ജോബെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ച് ഞാൻ പുള്ളിയെ വിളിച്ചു. സാർ ഞാനാണ് എന്ന് പറഞ്ഞ് എൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു. ഒരു പാർട്ട് ടൈം ജോബ് എവിടെയെങ്കിലും സംഘടിപ്പിച്ച് തരുമോയെന്ന്. നോക്കട്ടെ മോളെ, നീ എന്നെ നാളെ ഒന്ന് വന്ന് കാണാൻ പറഞ്ഞു. എവിടെ വെച്ച് കാണുമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കോളേജിന് മുന്നിലുള്ള സ്ഥിരം കോഫി ഷോപ്പുണ്ട്, അവിടെ 4 മണിയാകുമ്പോൾ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 4 മണിയായപ്പോൾ അവിടെ ചെന്നു. പുള്ളി എന്നെ കണ്ടിട്ട് അടുത്തുള്ളൊരു പാർക്കിലേക്ക്
ക്ഷണിച്ചു. ഞാനും കൂടെ പോയി. കുറേ നേരം സംസാരിച്ചു. ഞാൻ വിശദമായിട്ട് എൻ്റെ അവസ്ഥകളെല്ലാം പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, അങ്ങനെ 1-2 ദിവസമൊക്കെ പാർട്ട് ടൈം ജോലി ചെയ്ത് കഴിഞ്ഞാൽ മോളുടെ ഒരു ദുരിതവും തീരില്ല. ഒരു കാര്യം ചെയ്യേ, സമയം കിട്ടിയപ്പോൾ എൻ്റെ കൂടെ സാമൂഹ്യ പ്രവർത്തനത്തിന് ഒരു അസിസ്റ്റൻ്റായിട്ട് കൂടെ പോരൂ. ചില രേഖകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ഹോൾഡ് ചെയ്ത് എൻ്റെ പുറകിൽ ഒരു PA പോലെ നിന്നാൽ മതി. മോൾക്ക് സമയമുള്ളപ്പോൾ വന്നാൽ മതി. ഞായറാഴ്ചയോ ശനിയാഴ്ചയോ ദിവസങ്ങളിലോ പിന്നെ വൈകുന്നേരം ഒക്കെ. ഇത്തിരി വൈകിയാലും ഞാൻ തിരിച്ച് കൊണ്ടാക്കാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മ ചിലപ്പോൾ സമ്മതിക്കില്ല, അമ്മയെ പറഞ്ഞ് സമ്മതിപ്പിക്കണം എന്ന് പുള്ളി എന്നോട് പറഞ്ഞു. എന്തായാലും അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ ആദ്യം എതിർത്തു. ഞാൻ പറഞ്ഞു, സാരമില്ല, എൻ്റെ അധ്യാപകനല്ലേ, പിന്നെ അത് മാത്രമല്ല ഇത് സാമൂഹ്യ സേവനത്തിനുള്ള ഒരു സംഘടനയാണ്. ഇതിൻ്റെ പേരിൽ ഗ്രേസ് മാർക്കൊക്കെ കിട്ടും, അതേപോലെ തന്നെ കുറച്ച് പണവും കിട്ടുമെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ആണെന്നും അറിയാത്തതുകൊണ്ട് എന്നോട് പറഞ്ഞു, ഓക്കെ സൂക്ഷിക്കണം മോളെ, ആണുങ്ങളുടെ കൂടെ രാത്രിയൊക്കെ സഞ്ചരിക്കേണ്ടതാ. ഞാൻ പറഞ്ഞു, സാരമില്ല, സാറ് കൊണ്ടുവിടും. പിന്നെ എന്നെ നോക്കാൻ എനിക്കറിയാമല്ലോ, എനിക്കങ്ങനെ അബദ്ധങ്ങളൊന്നും പറ്റില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, അതൊന്നും പറയാൻ പറ്റില്ല, ഇപ്പോഴത്തെ കാലമാണ്, എവിടുന്നാ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അറിയില്ലെന്ന്. സാരമില്ലമ്മേ, ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു. കുറച്ച് പൈസ കിട്ടുന്ന കാര്യമായതുകൊണ്ട് അമ്മയെ സമ്മതിച്ചു. ഞാൻ അദ്ദേഹത്തോട് ഓക്കെ പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരൻ എനിക്കൊരു മൊബൈൽ ഫോൺ എടുത്തു തന്നു. അതും 10-40,000 രൂപ വിലയുള്ള ഒരു ഫോൺ. അത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇത്രയും വിലയുള്ള ഫോണൊക്കെ എനിക്ക് കിട്ടുമോ? പുള്ളി പറഞ്ഞു, ഇരുന്നോട്ടെ. അങ്ങനെയാണ് എൻ്റെ ജൈത്രയാത്രയുടെ ആരംഭം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പല യാത്രകളിലും ഞാനൊരു അസിസ്റ്റൻറ്റിനെ പോലെ കൂടെ പോകാൻ തുടങ്ങി. പിന്നെ പുള്ളി ചെറിയ സഹായങ്ങളൊക്കെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ഞാൻ അനുസരിക്കുകയും ചെയ്യും. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോവുകയാണ്. ഇതിനിടയ്ക്ക് പുള്ളി ഇഷ്ടം പോലെ പണം കൈകാര്യം ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് തന്നെ ആഴ്ചയിൽ ഒരു ചുരിദാറോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സംഗതികളോ ഒക്കെ വാങ്ങിത്തരും. ഇഷ്ടം പോലെ പണമുണ്ട്. പെണ്ണുങ്ങളൊക്കെ കാണുമ്പോഴേക്കും ഓടിയെടുക്കും. ധാരാളം സ്ത്രീകളുമായി അടുത്ത ബന്ധമുണ്ട്. പലപ്പോഴും ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് വിളിക്കുന്ന സ്ത്രീകൾ എന്തിനും തയ്യാറാണെന്ന് പുള്ളിയോട് അങ്ങോട്ട് പറഞ്ഞത് ഞാൻ നേരിടയ്ക്ക് കേട്ടിട്ടുണ്ട്. പുള്ളി എന്തിനെ പറയും, ശരി നമുക്കിതൊക്കെ ഒന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് ന്യൂട്രൽ അവർക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും. നല്ല സുന്ദരികളാണെങ്കിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കൂടുതൽ സഹായം കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായി. ചുരുക്കം പറഞ്ഞാൽ പുള്ളി വലിയൊരു കോഴിയാണ്. ആ കോഴിയുടെ അസിസ്റ്റൻ്റാണ് ഞാനെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. പക്ഷേ എന്നോട് നല്ല വാത്സല്യമൊക്കെയാണ്. ഒരു ദിവസം ഞാൻ അങ്ങോട്ട് ചോദിച്ചു, സാറേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സാറിന് എണ്ണം കൂടുമല്ലോ? എന്തെണ്ണം? അല്ല, പല സ്ത്രീകളും സാറിനെ ചാക്കിട്ട് പിടിക്കുകയാണല്ലോ. അവസാനം ഇങ്ങനെ ലൈഫിലുള്ള സ്ത്രീകളുടെ എണ്ണം കൂടുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പൊട്ടിച്ചിരിച്ചു. നീ വിചാരിക്കുന്ന പോലെ അങ്ങനെയൊന്നും ഞാൻ ആരെയും സെർച്ച് ചെയ്യില്ല, തിരഞ്ഞെടുക്കില്ല. കാരണം എനിക്ക് എൻ്റേതായ ചില ചോയ്സുകളുണ്ട്. അത്രയ്ക്കും സൗന്ദര്യമുണ്ട്. എൻ്റെ മനസ്സിനെ അത്രയ്ക്കും ഹഠാത് ആകർഷിക്കുന്ന ഒരാളെ മാത്രമേ ഞാൻ എൻ്റെ അടുത്ത് ഇരുത്തുകയുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ മനസ്സിലേക്കോ എൻ്റെ അടുത്തേക്കോ സ്വീകരിക്കുകയുള്ളൂ. ബാക്കിയൊക്കെ കുറച്ച് സഹായങ്ങൾ കൊടുത്ത് ഞാൻ അത് തള്ളിക്കളയും. അവരുടെ കാര്യസാധ്യത്തിന് കൊണ്ടാണ് നമ്മളോട് അങ്ങനെ പറയുന്നത്. എല്ലാം ഒന്നും സ്വീകരിക്കാൻ പറ്റില്ലല്ലോ, നോക്കി കണ്ടും പോവുക, അതല്ലേ ചെയ്യാൻ പറ്റുകയുള്ളൂ. എന്നാലും ഇപ്പോൾ ഇത്രയും പേരൊക്കെ വിളിക്കുന്നുണ്ടല്ലോ, സാറിൻ്റെ ജീവിതത്തിൽ ഇതുവരെ എത്ര സ്ത്രീകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ ചോദിച്ചു. പുള്ളി പൊട്ടിച്ചിരിച്ചു. അങ്ങനെ ഞാൻ എണ്ണ ഒന്നും സൂക്ഷിച്ചിട്ടില്ല. ഒത്തിരി എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ചിട്ട് എന്നോട് ഇങ്ങോട്ട് ഇഷ്ടം കാണിക്കുന്ന ആൾക്കാരോട് മാത്രമേ ഞാൻ അങ്ങോട്ട് എൻ്റെ മനസ്സിലുള്ളത് പറയുകയുള്ളൂ. ചിലപ്പോൾ റിജക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ സ്വീകരിക്കും. അല്ലാതെ ഞാനായിട്ട് ഒരാളുടെ അടുത്തേക്കും പോയിട്ട് എൻ്റെ ഒരു കാര്യങ്ങളും പറയില്ല. അപ്പോൾ സാറിന് ഇത്തിരി ഈഗോ ഉണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു, അങ്ങനെ വിചാരിച്ചോളൂ. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സാറിന് എന്നെ ഇഷ്ടമാണോ? പിന്നെ നിന്നെ നല്ല ഇഷ്ടമായിട്ടല്ലേ ഞാൻ എൻ്റെ കൂടെ നിർത്തിയേക്കുന്നത്. എന്നാലും സാറിന് മറ്റെന്തെങ്കിലും ഇഷ്ടമുണ്ടോ? അത് ഞാൻ ഒരിക്കലും പറയില്ല. നിനക്ക് ഇഷ്ടമാണെന്ന് ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ അന്നേരം തൊട്ട് നമ്മൾ ഒന്നിച്ചുള്ള മറ്റൊരു യാത്ര ആരംഭിക്കും. പക്ഷേ അതിൽ നിനക്ക് ഇതുപോലെ ആയിരിക്കില്ല. ഇഷ്ടംപോലെ പ്രയോജനങ്ങളുണ്ടായിരിക്കും. നീ ചിലപ്പോൾ ചെറുപ്പത്തിലെ ഒരു കോടീശ്വരിയായി മാറും. ഒന്ന് പോ സാറേ, വെറുതെ കളിയാക്കാതെ. അപ്പോൾ പുള്ളി പറഞ്ഞു, നിനക്ക് എൻ്റെ മനസ്സോ എൻ്റെ ക്യാരക്ടറോ യഥാർത്ഥത്തിൽ അറിയില്ല, അതുകൊണ്ടാണെന്ന്. പക്ഷേ അങ്ങനെ പറഞ്ഞത് എൻ്റെ മനസ്സിൽ കിടന്നു. ഞാൻ പിന്നീട് അദ്ദേഹത്തോട് വളരെ അടുത്ത് പെരുമാറാൻ തുടങ്ങി. നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ദിവസം പറഞ്ഞു, ഇഷ്ടമാണ്, ഞാൻ എന്തിനും തയ്യാറാണ്, എനിക്ക് അദ്ദേഹത്തോട് ആരാധനയാണ് എന്നൊക്കെ ഭ്രാന്തമായി ഞാൻ പറഞ്ഞു. കാര്യം എനിക്ക് അത്രയും ആരാധനയായിരുന്നു
എത്ര സ്ത്രീകളാണ് അദ്ദേഹത്തിനടുത്ത് വരാൻ ആഗ്രഹിക്കുന്നത്. അതിനിടയ്ക്ക് എനിക്കിങ്ങനെ ഒരു സുവർണാവസരമുണ്ട്. ഇപ്പോൾ എൻ്റെ ജീവിതം 10,000-25,000 രൂപയായിട്ട് മാസം തത്തിയും പൊത്തിയും മുന്നോട്ട് പോകുന്നു. പക്ഷേ ബാക്കി ഈ പറഞ്ഞതുപോലെ ലക്ഷങ്ങളോ കോടികളോ മറിയുമോ അറിയില്ല. അതിന് ഞാനൊന്ന് മലക്കം പറയണം. അങ്ങനെ പറഞ്ഞപ്പോഴേക്കും പുള്ളിക്കും സന്തോഷമായി. പിന്നീട് അദ്ദേഹത്തിൻ്റെ മണിയറയിലേക്ക് ഞാൻ ആനയ്ക്കപ്പെട്ടു. ആദ്യം പന്തം കണ്ട് പിരിച്ചാടിയെ പോലെ ഞാൻ നിന്നെങ്കിലും പിന്നെ ഞാനും തുള്ളിച്ചാടി. കാര്യം ഇഷ്ടമുള്ള പുരുഷൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ സ്ത്രീക്ക് പലപ്പോഴും ആദ്യത്തെ സംഭ്രമമൊന്നും വലുതായിട്ടുണ്ടാകില്ല. കാര്യം കിട്ടാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ മാത്രമായിരിക്കും മനസ്സിൽ, അല്ലെങ്കിൽ നേടിയെടുക്കാൻ പോകുന്നത് മാത്രമായിരിക്കും. അതുതന്നെയായിരുന്നു എനിക്കും. ബുദ്ധിമുട്ടുകൾ എങ്ങനെ വലിയ വികസന പ്രവർത്തനങ്ങളായി മാറിയെന്ന് എനിക്കറിയില്ല. അദ്ദേഹം എന്ത് പറഞ്ഞാലും അനുസരിക്കുന്നൊരു ടൈപ്പായിരുന്നു ഞാൻ. എനിക്കത്രയ്ക്കും ആരാധനയായതുകൊണ്ട് അനുസരിക്കാൻ എനിക്ക് ഉത്സാഹമായിരുന്നു. മറ്റാരോടും എനിക്കത്ര താല്പര്യം തോന്നിയിട്ടില്ല. ഇത്രയും മുതിർന്നൊരു മനുഷ്യനോട് പ്രണയം തോന്നുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. എനിക്കന്ന് തോന്നി. അന്ന് ഞാൻ കളം നിറഞ്ഞ് ആടുകയായിരുന്നു. പക്ഷേ അതിന് എനിക്ക് നല്ല പ്രതിഫലം, ഒരിക്കലും ഒരു സ്ത്രീയും ചിന്തിക്കാത്ത രീതിയിലുള്ള പണമാണ് കിട്ടിക്കൊണ്ടിരുന്നത്. കാര്യം ലക്ഷങ്ങൾ അദ്ദേഹം എനിക്ക് തരും. പലപ്പോഴും ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് കിട്ടുന്നത് അദ്ദേഹത്തിന് ഭീമമായ ലാഭമാണ്. അതിൻ്റെ ഒരു പങ്ക് എനിക്ക് തരും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7-8 മാസം കഴിഞ്ഞപ്പോഴേക്കും ടൗണിനടുത്ത് 10 സെൻറ്റ് സ്ഥലവും ഒരു വീടും ഞാൻ വാങ്ങിച്ചു. അമ്മ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഡെഡിക്കേറ്റായി വർക്ക് ചെയ്യുന്നതുകൊണ്ട് സാർ സമ്മാനിക്കുന്നതാണെന്നും. പക്ഷേ അമ്മയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി. ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചു. അതെ, ഞാൻ അബദ്ധങ്ങൾ പറ്റാതെ സൂക്ഷിച്ചോളാമെന്ന്. എന്നാലും അദ്ദേഹത്തിന് ചില സമയത്ത് എല്ലാം അങ്ങ് മറക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അങ്ങനെയായിരുന്നപ്പോൾ എനിക്കൊരു വട്ടം അബദ്ധം പറ്റി. അന്ന് പിന്നെ ഞാൻ അമ്മയോട് പറയാൻ പോയില്ല. ഒരു ഡോക്ടറെ കണ്ട് എല്ലാം ഒഴിവാക്കിയെടുത്തു. ഏകദേശം 3-4 വർഷത്തോളം അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഞാനുണ്ടായിരുന്നു. അപ്പോഴൊക്കെ എനിക്ക് നല്ല രീതിയിൽ സമ്പാദിക്കാനും പറ്റി. എന്ന് വെച്ചാൽ ഭാവിയിൽ ആരും എന്നെ കല്യാണം കഴിച്ചില്ലെങ്കിലും ഒരു ജോലി പോലും കിട്ടിയില്ലെങ്കിലും അത്യാവശ്യം സുഖകരമായി കഴിയാനുള്ള പൈസ എനിക്ക് കിട്ടി മാഡം. എൻ്റെ ജീവിതം ഭദ്രമായി. പക്ഷേ അതിനിടയ്ക്ക് അദ്ദേഹത്തിന് എന്നോടുള്ള താല്പര്യം കുറയുന്ന പോലെ തോന്നി. പിന്നീട് വേറൊരു കോളേജ് പെൺകുട്ടി എൻ്റെ സ്ഥാനം പതുക്കെ അലങ്കരിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ വഴക്കുണ്ടാക്കിയില്ല. ഞാൻ സാറിനോട് പറഞ്ഞു, സാർ ഇനിയാണെങ്കിൽ എൻ്റെ അമ്മ എന്നെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കാൻ തോന്നുന്നു. പഠനം കഴിഞ്ഞില്ലേ, ഞാൻ പിന്മാറുകയാണ്. പുള്ളിക്കതിൽ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ശരി, നീ പഴയ കാര്യങ്ങളെപ്പറ്റി ആലോചിക്കരുത്. നമ്മൾ തമ്മിൽ ഒരു കണക്ഷനും വേണ്ട. നീ നിൻ്റെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പിന്മാറിയത്. PG കഴിഞ്ഞ് 8-ാം മാസത്തിൽ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി കണ്ടുപിടിച്ച വരനാണ് എൻ്റെ ഭർത്താവ്. അദ്ദേഹത്തിന് നല്ല ജോലിയുണ്ട്. അത്യാവശ്യം സാമ്പത്തികമുള്ള കുടുംബത്തിലാണ്. ഒരു പ്രശ്നവുമില്ല. അമ്മായിച്ചനും നല്ലൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിനും നല്ല ജോലി ഉണ്ടായിരുന്നു. പിന്നെ അമ്മായിമ്മയും പാവമാണ്. എൻ്റെ ഭർത്താവ് ഒരു ആവറേജ് സുന്ദരനാണ്. അദ്ദേഹത്തിന് ഞാനൊരു ഭൂലോക സുന്ദരിയും. അതുകൊണ്ട് തന്നെ ഭർത്താവിൽ നിന്ന് മാക്സിമം പ്രയോജനങ്ങൾ എനിക്ക് വിവാഹത്തിന് മുമ്പും വിവാഹശേഷവും ഇപ്പോഴും എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അമ്മായിച്ചനും എന്നോട് വലിയ കാര്യമാണ്. അമ്മായിമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ എന്നോട് ഇത്തിരി അസൂയ. എനിക്ക് തൊലിവെളുപ്പ് കൂടെ എൻ്റെ അഹങ്കാരമാണെന്നൊക്കെ ഇടയ്ക്ക് പറയും. ഞാനും ചേട്ടനും കൂടെ വഴക്കുണ്ടാക്കുമ്പോൾ. പക്ഷേ ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ ഇത്രയും നാളായിട്ടും ഞങ്ങൾ കുട്ടികളൊന്നും ഉണ്ടായില്ല. അതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. ഞാൻ വിചാരിച്ചത് ഇത്രയും സജീവമായുള്ളൊരു ഹസ്ബൻഡ് ഉണ്ടായി കഴിയുമ്പോഴേക്കും കുഴപ്പമില്ല, അടുത്ത മാസമോ 3 മാസമോ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ കാര്യങ്ങൾ റെഡിയാകുന്നതാണ്. പക്ഷേ നടന്നില്ല. പിന്നീട് എനിക്ക് ഡൗട്ടായി, ദൈവമേ, അന്നത്തെ ചില പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ശാരീരികമായി എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി കാണുമോ, അബദ്ധം പറ്റിയതല്ലേ, അത് ഒഴിവാക്കിയതല്ലേ എന്നൊക്കെ ഓർത്തു. എന്നാലും പരിശോധിക്കാൻ പോകാൻ എനിക്ക് മടിയായിരുന്നു. ഒരു ദിവസം ഹസ്ബൻഡ് വിളിച്ചു. അത് കല്യാണം കഴിഞ്ഞിട്ട് 1.5 വർഷം കഴിഞ്ഞിട്ടാണ്. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്ന. എനിക്ക് പോകാൻ നല്ല പേടിയായിരുന്നു. എന്തായാലും ഞാൻ പറഞ്ഞു, നിങ്ങൾ ആദ്യം പോയി നിങ്ങളുടെ അക്കൗണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. എനിക്കാണെങ്കിൽ ഇവിടെ എല്ലാം ഡേറ്റൊക്കെ കറക്റ്റായിട്ടാണ് വരുന്നതും. ഒന്ന് പോയി ടെസ്റ്റ് ചെയ്യും മനുഷ്യ എന്ന് ഞാൻ ന്യൂട്രൽ പറഞ്ഞു. എന്തായാലും അത് നോക്കാൻ പോയത് എനിക്ക് ഉപകാരമായി. നോക്കിയപ്പോൾ ഇത്തിരി പ്രശ്നമാണ്. ഡോക്ടർ മരുന്ന് കഴിക്കാൻ പറഞ്ഞു. അതോടുകൂടി എനിക്ക് സന്തോഷമായി. എനിക്കല്ല പ്രശ്നമെന്ന് എസ്റ്റാബ്ലിഷായി. പിന്നെ ഞാനും പോയി ഡോക്ടറെ കണ്ടു. എന്നിട്ട് ഡോക്ടറോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. സ്കാനൊക്കെ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴേക്കും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ചെറിയ പ്രശ്നങ്ങൾ കാണുമായിരിക്കാം. എന്തായാലും ഹസ്ബൻഡിന് ഇഷ്യൂ ഉണ്ടല്ലോ, അതുകൊണ്ട് തൻ്റെ കുറ്റം അങ്ങ് മറക്കപ്പെടും എന്ന് വെച്ചിട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും നേരത്തെ ഉണ്ടായ സംഭവം
സ്കാനിങ്ങിൽ വലിയ പ്രോബ്ലമായിട്ടൊന്നും കാണുന്നില്ലെങ്കിലും ചിലപ്പോൾ അതും നമ്മൾ അറിയാത്ത ചില പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം എന്നുള്ള രീതിയിലാണ് ഡോക്ടർ പറഞ്ഞത്. എന്തായാലും ഭർത്താവ് എല്ലാം ഏറ്റെടുത്തല്ലോ, അതോടുകൂടി എനിക്ക് സമാധാനമായി. ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും ഉണ്ടാകുമ്പോൾ ഉണ്ടാകട്ടെ എന്നുള്ള മാനസികാവസ്ഥയിലേക്ക് ഞാനും വന്നു. വലിയൊരു ഭാരം ഇറക്കി വെച്ചതുപോലെയായിരുന്നു. പക്ഷേ ഈ സ്ട്രെസ്സെല്ലാം എൻ്റെ ഭർത്താവിനായിരുന്നു പ്രശ്നം. കാര്യം നേരത്തെ നല്ല ജില്ല് നിന്ന മനുഷ്യനാണ് അദ്ദേഹം. പെട്ടെന്ന് ഡൗൺ ആയി. ഞാൻ പറഞ്ഞു, പിന്നെ ജീവിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണോ? അതില്ലെങ്കിലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ സ്നേഹം എനിക്ക് വേണം. കാര്യം എന്നെക്കൊണ്ടും ഇതൊന്നുമില്ലാതെ കിടന്നുറങ്ങാൻ പറ്റില്ല. അത്യാവശ്യം നല്ല താരാട്ടവും ഊഞ്ഞാലാട്ടവും എനിക്കെന്നും കിട്ടണം, എന്നാലേ ഉറങ്ങാൻ പറ്റുകയുള്ളൂ. ഹസ്ബൻഡിനെ ഞാൻ മാക്സിമം എല്ലാത്തിനും പ്രോത്സാഹിപ്പിച്ചു. സാരമില്ലെന്നത് മറക്കൂ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോഴൊക്കെ റെഡിയാക്കി എടുത്തു. പക്ഷേ എന്നാലും ചില സമയത്ത് പുള്ളിക്ക് സെൻറ്റിമെൻറ്റ്സാണ്, താഴേക്ക് പതിക്കും. അങ്ങനെയായി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വല്ലാത്ത ഇച്ഛാഭംഗമായി. എൻ്റെ കയ്യിൽ കൂടി പണ്ട് കാലത്തെ തെറ്റുകൾ ഒളിഞ്ഞു കിടക്കുന്നുള്ളതുകൊണ്ട് എനിക്ക് നിശ്ചിതമായി വിമർശിക്കാനും പറ്റില്ല. ഞാൻ എപ്പോഴും പറയാം, അതൊക്കെ മറക്കൂ, നമ്മുടെ കാര്യങ്ങൾ നോക്കൂ എന്ന് പറഞ്ഞാലും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പുരുഷന്മാരുടെ സ്വഭാവം എങ്ങനെയാണ്? ചെറിയ എന്തെങ്കിലും കിട്ടിയാൽ മതി, നല്ല ആകാശം മുട്ട എഴുന്നേക്കും. പക്ഷേ ചില സമയത്ത് ചെറിയൊരു കാര്യം മതി ഡൗൺ ആകാനും. ചുരുക്കം പറഞ്ഞാൽ എൻ്റെ ജീവിതം ഡൗൺ ആകുകയാണ് ചെയ്തത്. നല്ല ഗിയറിൽ ഓടിക്കൊണ്ടിരുന്നപ്പോഴേക്കും പെട്ടെന്ന് നിന്ന് പോയി കഴിഞ്ഞാൽ എന്താകും ഒരു വാഹനത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞ രീതിയിലായി. എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഡേറ്റ് ആകുന്ന സമയത്തിന് മുമ്പൊക്കെയല്ലേ വല്ലാത്ത ചില പ്രശ്നങ്ങളാണ്. ആ ഇളക്കത്തിന് എനിക്ക് പരിഹാരം കിട്ടിയേ പറ്റൂ. ആ സമയത്ത് ചിലപ്പോൾ ഹസ്ബൻഡ് ഡൗൺ ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഞങ്ങൾ തമ്മിൽ കലഹിക്കേണ്ടി വരും. നേരത്തെ പോലെയല്ല, ഞങ്ങൾ തമ്മിൽ കലഹമൊക്കെ നന്നായി ഉണ്ടാകാൻ തുടങ്ങി. അതും വല്ലപ്പോഴാണ് വരുന്നത്. ആ സമയത്ത് ഇങ്ങർക്ക് എന്തിന് കേടാണ് എന്നുള്ള രീതിയിലായി കാര്യങ്ങൾ. വഴക്കും പ്രതിഷേധങ്ങളുമായി കഴിഞ്ഞപ്പോഴേക്കും ഒരു മാസം ഭർത്താവ് ഇങ്ങോട്ട് വന്നതേയില്ല. അമ്മായിയമ്മ എന്നെ കുറ്റപ്പെടുത്തി. വന്നു കഴിഞ്ഞാൽ മോന് ഇവിടെ സ്വസ്ഥത കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ എന്തൊക്കെ പറഞ്ഞു. അമ്മായിമ്മയും ഞാനും കൂടി ഒരു വഴക്കുണ്ടാക്കി. അമ്മായിച്ചൻ ഇടപെട്ട് തടഞ്ഞു. വേണ്ട, ആവശ്യമില്ലാത്ത വഴക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എന്നോട് പറഞ്ഞു, മോളെ, നമ്മുടെ സമുദായ സംഘടന ഒരു ടൂറിന് പോകുന്നുണ്ട്. 2 സീറ്റ് ഞാൻ പറഞ്ഞു വെച്ചിരുന്നു, എനിക്കും എൻ്റെ ഭാര്യയ്ക്കും വേണ്ടിയിട്ടാണ്. പക്ഷേ ഇപ്പം നിൻ്റെ അമ്മായിമ്മ വരുന്നില്ലെന്നാണ് പറയുന്നത്. അവൾക്ക് കൊടൈക്കനാലിൽ വരാൻ വയ്യ, വേറെ കണ്ട് വരാൻ വയ്യ എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പിന്നെ മോള് പോരെ, ചെറുപ്പക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, നിനക്കൊന്ന് ചില്ലാകാം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അമ്മായിമ്മ പറഞ്ഞു, ഓ, അവളെ ഒന്ന് കൊണ്ടുപോകണ്ടാം, നിങ്ങൾക്ക് വല്ല ആമ്പിളരെ വിളിച്ചുകൊണ്ട് പോകരുതോ, നിങ്ങളുടെ അനിയനെ മകനെയോ വല്ലോ എന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ദേഷ്യം വന്നു. അച്ഛാ, ഞാൻ വരുന്നുണ്ട്, നമുക്ക് 2 കൂടെ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ 2 പേരും കൂടാണ് പോയത്. വിൻഡോ സീറ്റിൽ ഞാനായിരുന്നു, തൊട്ടിപ്പുറത്ത് അമ്മായിച്ചനും. അന്നാണ് ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ, ഫാമിലി കാര്യങ്ങൾ ഉൾപ്പെടെ മണിക്കൂറുകളോളം സംസാരിച്ചത്. ഇതിനിടയ്ക്ക് പാട്ടും കൂത്തും സ്ഥലങ്ങൾ കാണുകയും ഭക്ഷണം കഴിക്കുകയൊക്കെ ഉണ്ട്. ഇതിലെല്ലാം അമ്മായിച്ചന് സജീവമായി ഇടപെട്ടു. അദ്ദേഹം വീട്ടിൽ കാണുന്ന പോലെയല്ല, ഒരു സർവ്വസമ്മതനാണ്, എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി. അന്ന് രാത്രി കോയമ്പത്തൂരെത്തി എല്ലാവരും ഫുഡ് കഴിച്ചു. ഇനി കൊടൈക്കനാലിലേക്ക് പോവുകയാണ്. ആ രാത്രി കുറച്ചൊക്കെ നിശബ്ദമായിരുന്നു എല്ലാവരും. അപ്പോൾ അമ്മായിച്ചൻ എന്നോട് ചോദിച്ചു, യഥാർത്ഥത്തിൽ നിങ്ങൾ തമ്മിൽ എന്താ മോളെ, എന്താ നിങ്ങളുടെ ദാമ്പത്യത്തിൽ പ്രശ്നം? നിങ്ങൾ 2 പേരും കൂടി ഇണക്കൊരുകളെ പോലെ ആയിരുന്നല്ലോ എന്ന് പറഞ്ഞു. ഞാൻ അതിന് മറുപടി പറയണമെന്ന് ഒന്ന് ശങ്കിച്ചു. പറയൂ, എന്താണെങ്കിലും എന്നോട് പറയൂ, നിൻ്റെ അമ്മായിയെ പോലെയല്ല ഞാൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ യഥാർത്ഥ കാര്യം പറഞ്ഞു. കൗണ്ടിൻ്റെ കാര്യമൊക്കെ അറിഞ്ഞ് പിന്നെ ഹസ്ബൻഡ് ഡൗൺ ആണ് മോളെ. ആഗ്രഹിക്കുന്ന സമയത്ത് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് ആ തിരുമണ്ടന് അറിയുകയില്ല. അല്ലെങ്കിലും എനിക്ക് തോന്നുന്നത് അവൻ ഇങ്ങനെ ആഴ്ചയിൽ വരാൻ പറ്റുന്ന സാഹചര്യം ഉള്ളപ്പോൾ എന്തിനാണ് ഈ മാസത്തിൽ അവസാനം മാത്രം വരുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവിടെ ഇപ്പോൾ മോൾക്ക് നല്ല താല്പര്യമുണ്ടെങ്കിലും അവന് താല്പര്യമില്ലാത്ത അവസ്ഥയാണ്. ഒരു പക്ഷേ ഇതൊക്കെ റിസൾട്ട് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പേടിച്ച് മനസ്സാകെ മടിച്ചു പോയി കാണും. അതൊന്നും സാരമില്ല, എപ്പോഴെങ്കിലും എന്തെങ്കിലും നടക്കട്ടെ, എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹമാണ് ആവശ്യമെന്ന് എന്ന് ഞാൻ പറഞ്ഞത് അച്ഛാ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എൻ്റെ കയ്യിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു, സാരമില്ല, അവനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. വേണ്ട, ഞാൻ അച്ഛനുമായിട്ട് ഇതൊക്കെ സംസാരിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായെന്ന് ഞാൻ പറയും. കാര്യം നീ പറഞ്ഞിട്ടല്ല, ഞാൻ ഒരു അച്ഛനല്ലേ, എനിക്ക് മനസ്സിലാകും. നിങ്ങളും ആ വീട്ടിലല്ലേ താമസിക്കുന്നത്. മോളെ, ഇതൊന്നും മനസ്സിലാക്കാത്ത കുറേ ആണുങ്ങളും പെണ്ണുങ്ങളുമുണ്ട്. അവർ കല്യാണം കഴിച്ചു കഴിഞ്ഞാലേ അവരുടെ പാർട്ട്നേഴ്സിനായിരിക്കും തലവേദന എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അച്ഛനെ ഒന്ന് നോക്കി. അരണ്ട വെളിച്ചത്തിൽ ഞങ്ങൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും
തിരിച്ചറിയുകയാണെന്ന് തോന്നുന്നു. അദ്ദേഹം എൻ്റെ കൈവിരലുകളിൽ മുറുക്ക പിടിച്ചു. എനിക്കും ഇതിനൊന്നും പറയാനില്ല. കാര്യം ഇത്തിരി പ്രായമുള്ള ഒരാളാണല്ലോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അടുത്ത് കണ്ട ആദ്യത്തെ ആൾ. അതുകൊണ്ട് തന്നെ അമ്മായിച്ചൻ എനിക്ക് ഒരു അന്യനായി തോന്നിയില്ല. ആ നിമിഷം ഒരടുപ്പക്കുറവും തോന്നിയില്ല. പക്ഷേ ബസ്സായിരുന്നത് കൊണ്ട് അതിൻ്റെതായ പരിമിതികളുണ്ടായിരുന്നു. എങ്കിലും അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് അവിടെ ചെല്ലുന്നതുവരെ ആഴമുള്ള ഭൂപ്രകൃതിയിൽ ഗവേഷണം നടത്തുന്ന ഒരു ശാസ്ത്രജ്ഞനെ പോലെയായിരുന്നു അച്ഛൻ. അതെനിക്ക് ഒത്തിരി റിലാക്സേഷൻ തന്നു. കാര്യം ഭർത്താവുമായി വഴക്കിടുന്നതിനാലും ഭർത്താവ് വരാത്തതിനാലും എവിടെയോ എന്തൊക്കെയോ ചില തടസ്സങ്ങളുണ്ടായിരുന്നു. ആ തടസ്സങ്ങൾ എല്ലാം മാറി പ്രവാഹ ജലതയിൽ ഞാൻ സന്തോഷം കണ്ടെത്തി. എങ്കിലും ത്രിവേണി സംഗമം ബാക്കിയുണ്ട്. ഇത്രയും പേര് കൂടുള്ളത് കൊണ്ട് എങ്ങനെയാകും ഈ യാത്ര എന്നറിയില്ല. പക്ഷേ അമ്മായിച്ചൻ എനിക്ക് വേണ്ടി സിംഗിൾ റൂം ബുക്ക് ചെയ്തിരുന്നു. അതുകൊണ്ട് ഞാനതിൽ വളരെ സ്വസ്ഥയായി കഴിഞ്ഞു. പിന്നീട് അദ്ദേഹം എന്നെ രാത്രി ഫോണിൽ വിളിച്ചു. ആ സമയത്ത് എനിക്ക് ഉറക്കക്ഷീണമുണ്ടായിരുന്നെങ്കിൽ പോലും രാത്രി 3 മണിയായി കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ എന്നോട് ചോദിച്ചു, മോളെ നമുക്കൊരു ചായ കുടിച്ചാലോ എന്ന്. കിട്ടുമോ ചായ? പിന്നെ എപ്പോൾ വേണമെങ്കിലും കിട്ടും, വാ എന്ന് പറഞ്ഞു. ഞാൻ മുറിയിൽ നിന്നിറങ്ങി. ഞങ്ങൾ ഒരു ചായയൊക്കെ കുടിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും ദാഹങ്ങളും മോഹങ്ങളും പിന്നെയും ഇരമ്പിയാർത്തു. പിന്നെ അച്ഛൻ മുറിയിലേക്ക് പോയില്ല. 2 മാസമായുള്ള എൻ്റെ പ്രതിഷേധം, എൻ്റെ പ്രശ്നങ്ങൾ എല്ലാത്തിനും പരിഹാരം അന്ന് മഞ്ഞുപോൽ കിനിഞ്ഞിറങ്ങുന്ന ആ രാവിൽ അവിടെ സാർത്ഥകമായി. എനിക്ക് എന്നെ സമ്പന്നയാക്കിയ പണ്ടത്തെ സാറിനെ ഓർമ്മ വന്നു. അതോടുകൂടി ഞാൻ ആളാകെ മാറി. അവിടെ കൊടുങ്കാറ്റ് പോലെ ചുറ്റിയടിച്ചപ്പോൾ എൻ്റെ മനസ്സിനും സന്തോഷം തന്നെ. ആ കൊടൈക്കനാൽ പിന്നെ ആ ട്രിപ്പിനുള്ളിൽ മൊത്തം കൂടി ഞങ്ങൾ 3-4 വട്ടം ഞങ്ങളുടേതായ ലോകത്തേക്ക് ഒന്ന് പറന്നിട്ട് തിരിച്ചു വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും തുടരാൻ അവസരങ്ങളുടെ പെരുമഴയും ഞങ്ങൾക്ക് സാഹചര്യം അനുസരിച്ച് കിട്ടി. എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ടായിരുന്നു. എൻ്റെ ഭർത്താവിനെ വിളിച്ച് അച്ഛൻ വഴക്ക് പറഞ്ഞു. ഇങ്ങനെയൊന്നും ആകരുത്, ആ കാര്യോർത്ത് ഡൗൺ ആകരുത്, ഭാര്യ നന്നായി നോക്കണമെന്ന് പറഞ്ഞു. എന്തായാലും അങ്ങനെയൊക്കെ കുറവ് ഉപദേശിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവിനും സന്തോഷമായി. അങ്ങനെ കാര്യങ്ങൾ അദ്ദേഹവും ക്ലിയറായി വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സന്തോഷകരമായ വാർത്ത ഇപ്പോൾ അനുഭവിക്കാനിട വന്നത്. എൻ്റെ വിശേഷം അറിഞ്ഞ് എല്ലാവരും സന്തോഷിച്ചു. ഞാനും സന്തോഷിക്കുന്നുണ്ട്. എനിക്ക് അറിയാം ഇതിന് പിന്നിലുള്ള കാരണങ്ങളൊക്കെ. പക്ഷേ അതൊന്നും ഞാൻ കൂട്ടാക്കുന്നില്ല. കാര്യം ജീവിക്കാൻ വേണ്ടിയിട്ട് അസാധാരണമായ മിടുക്കും ധൈര്യവും ഉണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റുകയുള്ളൂ. മാഡം എപ്പോഴും അവസാനം പറഞ്ഞതുപോലെ സദാചാരങ്ങൾ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. ഏതവസരമാണെങ്കിലും അത് നമ്മുടെ ഇഷ്ടത്തിനുള്ളതാണെങ്കിൽ മാക്സിമം പ്രയോജനപ്പെടുത്തി ജീവിച്ചെങ്കിൽ മാത്രമേ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാകൂ, സന്തോഷമുണ്ടാകൂ എന്നാണ് എൻ്റെ അഭിപ്രായം. മാഡം യോജിക്കില്ലെന്ന് എനിക്ക് 100% അറിയാം. എന്നാലും എൻ്റെ മെയിൽ വായിക്കണം. മാഡത്തിൻ്റെ ശബ്ദത്തിൽ വായിച്ച് കേൾക്കുമ്പോഴേക്കും ഒരു സന്തോഷമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ശരി, നിങ്ങൾക്കിപ്പോൾ വിശേഷമൊക്കെ ആയിരിക്കല്ലേ, സന്തോഷിക്കാതിരിക്കേണ്ട എന്ന് വെച്ച് ഞാൻ വായിച്ചതാണ്. അതല്ലാതെ ഈ കഥയിലെ കണ്ടന്റിനോട് എനിക്ക് യാതൊരു വിധത്തിലുള്ള താല്പര്യവുമില്ല, അനുകൂല ഭാവവുമില്ല. എന്ന് വെച്ച് സാഹചര്യങ്ങൾക്കനുസരിച്ച് മനുഷ്യൻ മാറുന്നതും അതിനനുസരിച്ച് മിടുക്കായി ജീവിക്കുന്നതും ഒന്നും തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ലല്ലോ.